ബ്രൈമൂർ ആ ആ ഊര് ചുറ്റി പാർക്കേ ആ അപ്പം പരിചയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നടന്നു പോകാം. അത് വനമാണോ? വനത്തിനകത്തൂടെ വനത്തിനകത്തൂടെ ആ ഉൾവനമല്ലേ? വന്യമൃഗങ്ങൾക്ക് ഉള്ള സ്ഥലമുണ്ട്. ഡ്രൈവർമാർ കൂടി ഒരു വീട് എടുത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് ആവശ്യമായ വെള്ളം എടുത്തോണ്ട് പോയോ? എല്ലാവർക്കും കുടിക്കാനുള്ളത്. അത് കൊള്ളാമല്ലോ. വെള്ളം ആ വണ്ടി ഇറങ്ങി പോകണ്ടോ? എന്നെ പവർ കാഴ്ചയാണ് നോക്കി. ഞാനിപ്പം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് പൊന്മുടിക്ക് പോയൊരു വ്ലോഗ് ചെയ്യണമെന്നുള്ള ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ ഇവിടെ രാവിലെ 5:30-ക്കൊരു ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും 6 മണിയായി പോയി. അപ്പോൾ ഇനി അടുത്ത പൊന്മുടി യാത്ര ബസ് എന്ന് പറയുന്നത് 8 മണിക്ക് മാത്രമേ ഇനി പൊന്മുടിക്ക് ബസ്സുള്ളൂ. ഞാനങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ വേറൊരു ബ്രൈമൂർ എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ച് ഒരു ബസ് കിടന്നു. അപ്പം ബ്രൈമൂറിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാം. ഈ ബസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ബ്രൈമൂർ RSC 289. ഇത് നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന ബസ്സാണ്. സത്യത്തിൽ ഞാൻ ഇവിടെ വന്ന് ഇന്നപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ ഡ്രൈവറോട് ഞാൻ സംസാരിച്ചിരുന്നു ഇപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബ്രൈമൂർ എന്ന് പറയുന്ന സ്ഥലപ്പേരല്ല, ഇതൊരു എസ്റ്റേറ്റിൻ്റെ പേരാണ് അവിടെ. അപ്പോൾ എസ്റ്റേറ്റിലൊക്കെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ഒരു കുന്നും മലകളെ കയറി പോകുന്ന ഒരു സ്ഥലമാണെന്നാണ് ആ ഡ്രൈവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് അടിപൊളി യാത്രയാവും, ഒരു ഓഫ് റോഡ് ഫീൽ കിട്ടുന്ന ഒരു യാത്രയാവാം. ബസ് ഓൾമോസ്റ്റ് സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ടുണ്ട്. ഇത് 6:20-നാണ് ബസ് എടുക്കുന്നത്. 68 രൂപയാണ് ബ്രൈമൂർ വരെയുള്ളൊരു ബസ് ഫെയർ. കറക്റ്റ് 6:25 ആയപ്പം ബസ് തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് പാളയം ജുമാ മസ്ജിദിനടുത്ത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുക. ഇതിനോട് ചേർന്ന് തന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം നമുക്കിവിടെ കാണാം. പാളയത്തെ CSI ചർച്ച്, നേപ്പിയർ മ്യൂസിയത്തിന് തൊട്ട് കൊണ്ടുകൂടെ പോകുന്നത്. അപ്പോൾ ഈ ബസ് നെടുമങ്ങാട് ഡിപ്പോയിലെത്തി. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായി. അപ്പോൾ ഒരു 6:20-ന് വണ്ടി സ്റ്റാർട്ട്. 6:25 ആയ സമയത്ത് നമ്മുടെ തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സായിരുന്നത്. ഇപ്പം പാലോട് കഴിഞ്ഞ് പെരിങ്ങമല കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുക്കിൽക്കട എന്ന് പറയുന്നൊരു സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ വളരെ അകലെ ഈ പറയുന്ന വലിയ മലനിരകളുടെ ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അതായത് എന്താണ്, പൊന്മുടി മലനിരകളാണ് അകലെ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടായി അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇത് മൂടൽ മഞ്ഞിങ്ങനെ കിടക്കുന്നതിൻ്റെ പേരിൽ കറക്റ്റായിട്ട് നമുക്ക് ക്യാമറയ്ക്ക് കിട്ടുന്നില്ല. ഇപ്പം റിസർവ് ഫോറസ്റ്റിലൂടെ ഇപ്പോൾ നമ്മൾ പോകുന്ന കേട്ടോ. കാരണം ആ വഴിയൊക്കെ പോകുന്നുണ്ടോ, വളവും തിരിവുകളുമായിട്ട്. അടിപൊളി യാത്രയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മലനിരകൾ നമുക്ക് തൊട്ട് മുമ്പ് കാണാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിന്ന് സൈഡ് ഒതുക്കിയതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
പിന്നെ കാപ്പി കുടിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം അവിടെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം വണ്ടി ഇവിടെ ഒന്ന് പിടിക്കരുത്. ഇപ്പോൾ 2-3 പേരുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പം പക്ഷേ എവിടെ പോവാ, എങ്ങോട്ട് പോവാ, എവിടെ പോവാ എങ്കേ വീടെങ്കേ? ആ ബ്രൈമൂറോ? ഇവിടെയാണോ താമസിക്കുന്നത്? ആണോ? എസ്റ്റേറ്റ്? ആ ബ്രൈമൂർ എസ്റ്റേറ്റ്. അപ്പോൾ മനസ്സിലായി. അമ്മ തമിഴാണ് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ബ്രൈമൂർ പോകണം. ആ ആ ഊര് ചുറ്റി പാർക്കേ. ആണോ? எனக்கு உங்களை போல உள்ளவங்க அங்கே வந்தால் எனக்கு பைசா தருங்க. நான் மங்களாவில் தானே. ഓക്കെ. அதனால் உங்களை போல உள்ளது வர்றது எனக்கு தரும் പൈസ. ആണോ? നമ്മളിപ്പോൾ ഇടിഞ്ഞാറ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ബ്രൈമൂറിന് ഇനി ഒരുപാട് പോകാനുണ്ടോ? ഇവിടുന്ന് ഇനിയും ഉണ്ടല്ലേ? 7-8 കിലോമീറ്റർ ഉണ്ട്. ഈ നേരെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ മരഭാഗമല്ലേ, അതാ ഏത് സ്ഥലമാണ്? പൊന്മുടിയോ? ആണോ? അതിൻ്റെ ആണോ വലിയ മരനിരകൾ കണ്ടോ? ആ ബ്രൈമൂർ എന്നിട്ട് നടന്നു പോകാൻ പറ്റൂല്ലേ? അപ്പോൾ ആ ബ്രൈമൂർ ആ മര അവിടുന്ന് ഒരു അടുത്ത് തന്നെയാണ് പൊന്മുടിയല്ലേ? വഴിയില്ല. ആ അപ്പം പരിചയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നടന്നു പോകാം. അത് വനമാണോ? വനത്തിനകത്തൂടാണോ? ആ വനത്തിനകത്തൂടെ. ആ ഉൾവനമല്ലേ? ഉള്ള സ്ഥലമാണ്. പരിചയമില്ലാത്ത ആൾക്കാർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം ഈ മല നമ്മൾ കയറി തുടങ്ങിയോ? മല കയറി തുടങ്ങത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു സംഭവം നടന്നുണ്ടോ? ഈ ബസ് ഇപ്പം വിട്ട സമയത്തേ അവിടെ ഒരു അമ്മൂമ്മ ആ കടയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. ആ അമ്മൂമ്മയും ഈ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന അമ്മൂമ്മയോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് ഡ്രൈവർ എന്ത് ചെയ്ത് പറയുമ്പോൾ അവർ കുറച്ച് നാളായില്ലോ നേരിട്ട് കണ്ടിട്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരം സംസാരിച്ചോട്ടെന്ന് വിചാരിച്ച് വണ്ടി കുറച്ച് നേരം ഇങ്ങനെ സ്ലോ ചെയ്ത് അവിടെ ഇട്ടു. അത് നമുക്കത് മനസ്സിലായില്ല. കണ്ടക്ടർ പറഞ്ഞ് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടും കുറച്ച് നേരം വണ്ടി അവിടെ ഇട്ടു. പിന്നീടാണ് ഡ്രൈവർ പറഞ്ഞത് ഇവർ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി കാണത്തില്ലയോ, അവർ തമ്മിൽ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് വണ്ടി ഇട്ടാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ അങ്ങനെ ഒരു മൈൻഡിലാണ് വണ്ടിയോട് സ്ലോ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. കൊള്ളാം. ഇപ്പോൾ നമ്മൾ മങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. മങ്കയം ഇക്കോ ടൂറിസം. ഇവിടുത്തെ ഒരു 7-8 കിലോമീറ്റർ ഇനി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് മല കയറി തുടങ്ങുവാണെങ്കിൽ ആ ഒരു മൈൽ നമ്മുടെ ബസ്സിന് വട്ടം വെച്ചിരിക്കുക. സൈഡൊന്ന് ഒതുങ്ങിയില്ലെങ്കിൽ അത് കൊള്ളാം. ഓക്കെ. ഇത് റിസോർട്ടുകളാണ്. റെയിൻബോ റിസോർട്ട്. അടിപൊളി റൂട്ടാണല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു നാരോ റൂട്ടായിരിക്കുമെന്നേ. അതുകൊണ്ട് ഈ ഈറ കാടുകൾ 2 ചുറ്റുമുണ്ടല്ലോ, 2 സൈഡിൽ ഈറ കാടുകളാണ്. അമ്മമാരിവിടേക്ക് വെൽക്കം ടു ബ്രൈമൂർ ഹിൽസ്. ആ ഓക്കെ. ആ
മങ്കയം വെള്ളച്ചാട്ടം അല്ലേ? മങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണത് കേട്ടോ. അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ. കണ്ടു. അടിപൊളി ഹെയർ പിൻ വളവുകളാണ് കേട്ടോ. ആ വെയിലും നടിക്കുന്നുണ്ട്. വെയിൽ അരിച്ചു വന്ന് ഇറങ്ങി കിടക്കുന്ന നല്ല ഭംഗിയാണ്. ഒരു ഓട്ടോ ഇതുണ്ടോ? അന്യായ ജീവിതമാണ് കേട്ടോ. അന്യായ ഒരു യാത്രയായിരുന്നു. റൈമൂർ എസ്റ്റേറ്റ്. ഓക്കെ. ഇനി അടുത്ത സർവീസ് എപ്പോഴാണ് സാറേ? ഇനി അടുത്ത സർവീസ് ഇനി 2:30 ആകുമ്പോൾ ഇവിടെ വരുമല്ലേ? ഇവിടെ ഒന്ന്. ഓക്കെ. നമ്മളിപ്പം ബ്രൈമൂർ എസ്റ്റേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇതിന് ടോപ്പിലൊക്കെ വഴിയുണ്ടോ അങ്ങോട്ട് പോകാനുള്ള? ഈ ടോപ്പ് ചപ്പാത്താണ്, പൊന്മുടിക്ക് പോണ ചപ്പാത്താണ്. ചപ്പാത്തല്ലേ? ഫോറസ്റ്റിൻ്റെ പെർമിഷൻ, എക്കോ ടൂറിസ്റ്റിൻ്റെ ഗൈഡ്, അങ്ങനെ നമുക്ക് പാക്കേജാണ്. 10 പേര് 5 പേര് അടങ്ങുന്ന പാക്കേജാണ്. ഓ, ട്രക്കിംഗ് ആണല്ലേ? എല്ലാ കാര്യം ചെയ്യുന്നുണ്ടാണ്. ആണോ? ആവാസമില്ലാത്ത ഒരു ഏരിയയാണ്. ഇതിൻ്റെ മുകളിൽ മൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആരെയാണ് മനസ്സിലായി. നമുക്ക് ഈ എസ്റ്റേറ്റിനകത്തോട് കയറാൻ പറ്റുമോ? എസ്റ്റേറ്റിനകത്ത് ഇവിടെ ഡെയിലി നമ്മൾ രാവിലെ മുതൽ 5 മണി വരെ ഇവിടെ പോകുന്നതിന് കമ്പനി വെച്ചേക്കുന്നത് 200 രൂപയാണ്. 200 രൂപ വെച്ചേക്കുന്നത്. ആണോ? അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മേഡം വാട്ടർഫാളം നല്ല സേഫായ ഒരു വാട്ടർഫാളുണ്ട്. അതിന് നമുക്ക് കുളിക്കാം. അവിടെ നിന്ന് ഒരു ഹെലിപ്പാഡ് ഗ്രൗണ്ട്, വാഹനം ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. പിന്നെ 1880 ബ്രിട്ടീഷുകാർക്ക് താമസിക്കാൻ ഒരു ബംഗ്ലാവ് വെച്ചിട്ടുണ്ട്. എല്ലാ ഫോട്ടോ സീനറിയാണ് ഇവിടെ. ഫോട്ടോസും സിനിമയും സീരിയലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. അത് നടന്നിട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച ഒരു ഏരിയയാണ്. അത് അവിടുന്ന് കഴിഞ്ഞ് വീണ്ടും 2 കിലോമീറ്ററോളം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതില്ല മറികടക്കണ രീതിക്കുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിന്റ് വരെ എന്നാ ദൂരമാണ് ഇവിടുന്ന്? വ്യൂ പോയിന്റ് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ വരും. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ട്രക്ക് ചെയ്ത് പോവാം, വാഹനത്തിലും പോവാം. അത് ഓഫ് റോഡ് വണ്ടി തന്നെ നിർബന്ധമായിരിക്കണം. കാറുകളൊന്നും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആണോ? ഓഫ് റോഡ് വാഹനങ്ങൾ മാത്രമേ? ഓഫ് റോഡ്
വണ്ടി ബൈക്കിലൊക്കെ ബൈക്കിൽ പോകും. ജീപ്പുകൾ സാധാ ജീപ്പുകൾ കയറി പോവാം. പോയി കഴിഞ്ഞാൽ നല്ല AC പോലത്തെ കാറ്റും നല്ല കൂളിങ്ങും നല്ല സൗന്ദര്യം ഉള്ള സ്ഥലമാണ്. ആണല്ലേ. പ്രകൃതിയാണ് കാര്യം. മോഡേണായിട്ട് ഇവിടെ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. നാച്ചുറലാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റുമോ? അങ്ങോട്ട് നടന്നും പോവാം. താല്പര്യം ഉണ്ടെങ്കിൽ നടന്നു പോവാം. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഒറ്റയ്ക്കും പേടിക്കാനില്ല. ഈ എസ്റ്റേറ്റിൻ്റെ ഇതിനകത്ത് ജോലിക്കാരും ഇണങ്ങുന്ന ആൾക്കാർക്ക് ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ പൈസ അടയ്ക്കുന്നത്? പൈസ ഇവിടെ ഓഫീസുണ്ട്. അവിടെ പൈസ അടച്ച് പേര് അഡ്രസ്സ് ഗൂഗിൾ പേ അങ്ങനത്തെ സംവിധാനം ഉണ്ടോ? ഗൂഗിൾ പേ ഇവിടെ റേഞ്ച് ഇല്ല. ഒരു ഫോൺ റേഞ്ച് ഇല്ല. അയ്യോ, ഇതെല്ലാം ഉണ്ട്. ഓക്കെ. എന്താ ചേട്ടൻ്റെ പേരെന്നാ? രാമചന്ദ്രൻ. രാമചന്ദ്രൻ. രാമചന്ദ്രൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ടൂറിസം ഇത് വരുന്ന ടൂറിസ്റ്റ് എടുത്ത് കാര്യങ്ങൾ പറയുക, മനസ്സിലാക്കുക. നിർബന്ധിച്ച് ആരെയും യാത്ര അയക്കുന്ന പരിപാടിയില്ല. ഓക്കെ. അപ്പം വരുന്നവർക്ക് സേഫായിട്ട് പോകാനും വരാനും കുളിക്കാനും. കുളിയെന്നെയും ഒന്നിച്ചുള്ള കൂട്ടത്തോടുള്ള കുളിയല്ല. കടവുകൾ 3 എണ്ണം ഉണ്ട്. ആണോ? സെപ്പറേറ്റ് ആയിട്ടാണ്. ഈ സൗണ്ട് കേൾക്കുന്നത് അത് അരുവിടാണ്. ഇത് കുളി എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മലനിര ഇത് ഏത് മലനിര? പൊന്മുടിയാണ്. പൊന്മുടിയാണോ? പൊന്മുടിയാണ്. സീതാതീർത്ഥം തൊട്ടടുത്താണ്. പൊന്മുടിയാണ് ഇത് ഈ കാണുന്നത്. അതിൻ്റെ അടിവാരമാണ് നമ്മൾ. ഓ, അത് ശരി. സത്യത്തിൽ നമ്മൾ പൊന്മുടിയുടെ തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പൊന്മുടിയുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പൊന്മുടി മലനിരകളാണ് ആ തൊട്ട് മുകളിൽ കാണുന്നത്. ട്രിവാൻഡ്രത്തെ ഏറ്റവും അടിപൊളി ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ആ വെയിൽ ഇങ്ങോട്ട് വന്ന് അടിക്കുന്നതുകൊണ്ടല്ലോ നമ്മുടെ കാഴ്ചകളെ കുറേ മങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബസ്സിലങ്ങ് ഈ എസ്റ്റേറ്റിനെ കുറിച്ച് എനിക്കൊന്നും പറയാമോ? ഞാൻ അത് കേട്ടിട്ടുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആദ്യകാലത്തുള്ള ആൾക്കാർ. എനിക്ക് ശരിക്കും അറിയില്ല. എനിക്ക് കുറേ കാലം അറിയില്ല. യഥാർത്ഥത്തിൽ ബ്രൈമോർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ്, അതായത് ലണ്ടൻ്റെ സ്ഥലപ്പേരാണ്. അത് ബ്രിട്ടീഷ് എടുത്ത പേരാണ് ബ്രൈമോർ. ലണ്ടനിലുള്ള സ്ഥലപ്പേരാണ് ഈ പറയുന്ന ബ്രൈമോർ എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ. അതാണ് ഈ സ്ഥലപ്പേര്. ഇത് സാറിൻ്റെ പേരെന്തോ സാറേ? എൻ്റെ പേര് വർഗീസ് മാത്യു. ട്രിവാൻഡ്രം തന്നെയാണ്? അല്ല, എൻ്റെ വീട് തിരുവല്ലയാണ്. ഞങ്ങളിപ്പോൾ ട്രാൻസ്ഫർ ആക്കി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്താ ഈ ഡിപ്പോയിൽ വന്നിട്ട് എത്ര ആളായി കാണും? 3 മാസം ആയതേ ഉള്ളൂ. അപ്പം അന്ന് മുതൽ ഈ റൂട്ടിലാണ്? അല്ലല്ല, ഞാൻ ഇപ്പം വന്നിട്ട് 1 മാസമായതേ ഉള്ളൂ. ഒരു സാറാണ് എന്നെ ഈ സ്ഥലം പരിചയപ്പെടുത്തിയത്. ഞാനിങ്ങനെ സ്ഥലം പേര് അങ്ങനെ അധികം കേട്ടിട്ടില്ല കേട്ടോ, എൻ്റെ ഓർമ്മയില്ല. എന്നോട് ചോദിച്ചു ഇതെവിടാണ്, നമ്മളൊരു എസ്റ്റേറ്റ് ആണ് കാണാനുണ്ട് എന്ന് പറഞ്ഞു. 2000 പ്രത്യേകത ഇവിടുത്തെ ഒരു പ്രകൃതിയിലെ ഒരു കനിവാണ്. ഇപ്പം തന്നെ ഒരു കൂളിംഗ് ഇല്ല നമുക്ക്. തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് ഈ ഇത്രയും ചൂട് ഉള്ള സമയത്ത് പോലും ഇവിടെ ഉള്ള പുഴയിലെ വെള്ളം ശേഖരിച്ച് കുളിപ്പിക്കാനും. ഞങ്ങൾ ഈ വെള്ളം കുടിക്കുന്നത് ഇതോ പാറയ്ക്കകത്തുനിന്ന് വരുന്ന വെള്ളം. ഈ വെള്ളം കുടിച്ചു വയ്ക്കുന്നത് എന്തോ ടേസ്റ്റാണ്. ഇതിനൊക്കെ ഉണ്ടാക്കണ അതേ രീതി കുടിക്കുവോ? ആ പാറക്കെട്ടിന്ന് വരുന്നത് ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ്. ഞങ്ങള് ഇവിടെ ഒരു 4-5 ഡ്രൈവർമാർ കൂടി ഒരു വീടെടുത്താ താമസിക്കുന്നത്. ഇവിടുന്ന് ആവശ്യമായ വെള്ളം എടുത്തോണ്ട് പോയോ? എല്ലാവർക്കും കുടിക്കാനുള്ളത്. അത് കൊള്ളാമല്ലോ. വെള്ളം. അപ്പോൾ സാറിൻ്റെ പേരെന്താ? ഷാജി സാർ. അപ്പോൾ വളരെ സന്തോഷം സാറേ. അപ്പോൾ സത്യത്തിൽ ഞാൻ പൊന്മുടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പൊന്മുടി ഞങ്ങളിപ്പോൾ അടുത്ത ട്രിപ്പ് പൊന്മുടിക്ക് ഞങ്ങൾ പോവാം. ഈ ബസ് ഇപ്പോഴല്ല, തിരുവനന്തപുരത്ത് ചെന്നൈ സ്റ്റേഷൻ. എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാൻ രാവിലെ ഇവിടുന്ന് ബസ് കയറി. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും അരമണിക്കൂർ താമസിച്ചു പോയി. പൊന്മുടിക്ക് പോകാൻ വേണ്ടി ഞാൻ 5:30 ബസ്സാണ് പ്രതീക്ഷ വന്നത്. പിന്നീട് ചോദിച്ചപ്പോൾ 8 മണിക്കാണ് പിന്നെ അടുത്ത ബസ്. അപ്പോഴാണ് ഈ ബസ് കണ്ടത്. അപ്പം സാർ ബോണക്കാട്, അത് വിതുരയിൽ നിന്ന് പോകുന്നത്. അധികം കണ്ടിട്ടില്ല ഞാൻ. ബോണക്കാട് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ളതാണ്. ഒത്തിരി കഠിനമായ ജോലികളാണ് ഞങ്ങളെ ഡ്രൈവർമാരെല്ലാം മരിച്ചു. അമിതമായ ജോലികൾ ഡ്രൈവർ കുഴഞ്ഞു വീണു. ചൂട്, വണ്ടിയുടെ ചൂട്, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. കൂടുതൽ റെസ്റ്റ് ഇല്ലെങ്കിൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാലക്കാട് ജില്ലകളിൽ ഇതുണ്ടാകും. സാറേ സെയിം ഒരു സിറ്റുവേഷൻ പോലീസിലുണ്ടല്ലോ. കുറേ പോലീസുകാർ ഇപ്പം സൂയിസൈഡൊക്കെ ചെയ്യുന്നുണ്ട്. പോലീസുകാരും
ഇതുപോലെ ഒത്തിരി ദുരിതം അനുഭവിക്കുന്നുണ്ട്. ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസുകാർക്ക് വെള്ളം പോലും കുടിക്കാൻ നിർത്തിയില്ല. പക്ഷേ അവർക്കൊക്കെ പിന്നെയും ഒരു 4 മണിക്കൂർ 5 മണിക്കൂറും കഴിയുമ്പം ആള് വരും പകരം. നമ്മളൊക്കെ അങ്ങനെയല്ല, നമുക്ക് കിലോമീറ്റർ ബേസിലാണ് ഡ്യൂട്ടി. ഇത്ര കിലോമീറ്റർ ഓടണം, അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അല്ലാതെ പബ്ലിക് ഈ കാര്യത്തിലേ ഇല്ലെങ്കിൽ ഡ്യൂട്ടി ഇല്ല. ഇക്കാര്യത്തിൽ പബ്ലിക് വലിയൊരു അവെയർ ഇല്ല ഇക്കാര്യത്തിൽ. ഓക്കെ, ശരി സാറേ. അടുത്ത ബസ്സിന് വരുവാ. സാറേ ഒന്നുകൂടെ ഞാൻ താങ്ക്സ് പറയാണ്. എനിക്കിത് മറക്കാൻ പറ്റത്തില്ല. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. നീ പറയാനുള്ള ഞാൻ വീഡിയോയിലും പറയാം. അപ്പോൾ നമ്മളെ വിട്ട് ഈ ബസ് തിരിച്ച് പോവുകയാണ്. ഇനി 1:30 ആകുമ്പം ബസ് തിരിച്ചു വരും. ആ വണ്ടി ഇറങ്ങി പോകണ്ടോ? എന്നെ പവർ കാഴ്ചയാണ് നോക്കി. അടിപൊളി. ഇവിടെ ശാന്തമായ ഈ ഒരു സ്ഥലം. വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും ശാന്തസുന്ദരമായ സ്ഥലം, ഈ പ്രകൃതി, ഈ ശുദ്ധവായു, ശുദ്ധ വെള്ളം, ഇനി വരുന്നവരുടെ സേഫ്, അതാണ് ഏറ്റവും വലിയ നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം. കാര്യം വരുന്നവർ വരിക, കുട്ടികളുമായിട്ട് വരിക, ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കഴിക്കുക, സന്തോഷമായി കുളിക്കുക. കൂട്ടത്തോടുള്ള കുളിയല്ല, സെപ്പറേറ്റാണ്. അപ്പോൾ അവർക്ക് നടന്നു പോവാം. കുഞ്ഞു കുട്ടികളെ ഞാൻ നടത്തിക്കൊണ്ട് പോവാം. 1 മണിക്കൂർ ശുദ്ധ വായു ശ്വസിച്ചാൽ അത്രയും ആയുസ് കൂടുമെന്നാണ് തീർച്ചയായിട്ടും. അപ്പം അതിനുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും നടന്ന് ഇവിടെ ഒരു AD 1883 ഒരു ടീ ഫാക്ടറി ഉണ്ട്. അതൊക്കെ കാണണം. അത് സായിപ്പിൻ്റെ കാലത്ത് അവർ ചെയ്തതാണ്. ഈ ബ്രൈമൂർ എസ്റ്റേറ്റും അതെല്ലാം ഒരുമിച്ചുള്ള തന്നെയുള്ള എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇവിടെ ഈ നദിയുടെ മുകളിൽ അണകെട്ടി ശേഖരിച്ച് ഈ ഇടത് കാണുന്ന കുന്നിൻ്റെ മണ്ടേ ടാങ്ക് വെച്ച് കെട്ടി അവിടെ നിന്ന് വെള്ളം കുത്തനായി ഇറക്കി ടീ ഫാക്ടറി കൊണ്ടുവന്ന് ടർബൈൻ കറക്കിയാണ് ഓട്ടിച്ചത്, കറണ്ട് ഉപയോഗിച്ചല്ല. ആ ഒരു ഈ ടീ ഫാക്ടറിയുടെ പ്രത്യേകത അതാണ്. കാര്യം അവർക്ക് ഓയിലിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. ഈ ചേട്ടനെ ഈ ഫാക്ടറിയെ കുറിച്ച് അറിയാവുന്ന മുതലുള്ള കാര്യങ്ങളൊന്നും കുറച്ച് കാര്യം പറയാം. അങ്ങോട്ട് ഓരോ മിഷറിയും അങ്ങനെ പറയാം, കാണിച്ചു തരാം. ഓക്കെ. പിന്നെ സാധനം ഞാൻ ആ വെള്ളം ഒന്ന് ചെറുതായിരുന്നു കുടിച്ചോട്ടെ. കുടിച്ചു ചെറുതല്ല, അത് കുടിക്കണമല്ലോ. ഇത് പാറമുകളിൽ നിന്ന് വരുന്നൊരു വെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് സാധാരണ നമ്മുടെ ഒരു ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും വിചാരിച്ചു. പക്ഷേ അതൊരു പ്രകൃതിദത്തമായ ഒരു വെള്ളമാണ് ഇത് വരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒരു എസ്റ്റേറ്റിനകത്തോട്ടൊന്ന് കയറുവാണ്. ഇവിടെ വളരെ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ആ ചേട്ടൻ്റെ കൂടെ പോകാം.